മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അധിക്ഷേപിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പണം തട്ടാനുള്ള ഒരു കെട്ടുകഥയെന്നാണ് പോലീസ് പറയുന്നത്. പ്രചരിപ്പിച്ചത് സാദിഖ് അലി തങ്ങളുടെ വ്യാജ ചിത്രമെന്ന് പോലീസ് കണ്ടുപിടിച്ചു. പരാതിക്കാരി ഉണ്ടെന്നത് പ്രതി മുഹമ്മദ് റോഷന്റെ തിരക്കഥയാണെന്നും ആസൂത്രണത്തിൽ കൂടുതൽ പേരുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് മലപ്പുറത്ത് നിന്ന് ചേരുന്നു. പറയൂ നിഖിൽ. വെരി ഗുഡ് മോർണിംഗ്. ജനുവരി 31-നാണ് മുഹമ്മദ് റോഷൻ എന്ന പ്രതി അടിമുടി ഒരു കെട്ടുകഥ ഉണ്ടാക്കിക്കൊണ്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് പണം തട്ടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിനെ ഒരു മാളിലേക്ക് വിളിച്ചു വരുത്തി ഈ ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു പ്രതി ലക്ഷ്യമിട്ടത്. FBയിൽ പ്രചരിപ്പിച്ച സാദിഖ് അലി തങ്ങളുടെ ചിത്രം അത് വ്യാജമായിരുന്നു എന്ന അന്വേഷണ സംഘം ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. 17-കാരിയുടെ ഒരു പരാതി കൂടി സാദിഖ് അലി തങ്ങൾക്കെതിരെ ഉയർന്നിട്ടുണ്ട് എന്ന ഒരു കാര്യം കൂടി പ്രതി പറഞ്ഞു വെച്ചിരുന്നു. അതും വ്യാജമാണെന്ന് ഇതിനോടകം തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിപുലമായ അന്വേഷണം നടത്തിയിട്ടും ഇത്തരത്തിലുള്ള ഒരു പരാതിക്കാരിയെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടേ ഇല്ല. ഇതിൽ നിന്നാണ് ഇത് അടിമുടി വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ആസൂത്രിത കെട്ടുകഥ തയ്യാറാക്കിയതിൽ കൂടുതൽ പേരുണ്ട് എന്നുള്ളൊരു സംശയം കൂടി അന്വേഷണ സംഘം ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. കാപ്പ ചുമത്തിയ ഈ പ്രതി മുഹമ്മദ് റോഷനെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇയാൾ ഇവിടെ നിന്ന് ഈ പരാതി പുറത്തു വന്നതിന് പിന്നാലെ സാദിഖ് അലി തങ്ങൾ പരാതി നൽകിയതിന് പിന്നാലെ ഉത്തർപ്രദേശിലേക്ക് അടക്കം കടന്നു കളഞ്ഞ ഈ പ്രതിയെ പിന്നീട് പോലീസ് പിടികൂടുകയായിരുന്നു. ജനുവരി 31-നാണ് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ഇട്ട് 15 കോടി രൂപ ആവശ്യപ്പെട്ട് സാദിഖ് അലി തങ്ങളുടെ ബന്ധുവിനെ പ്രതി ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.